നമസ്കാരം. ഞാൻ വി ഉണ്ണിത്താൻ. രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തുവിദ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്ന വിഷയം, ഈ വരുമാനം എല്ലാ കാലത്തും നമുക്ക് ജീവിക്കാൻ വരുമാനം ഒരു വലിയ ഘടകമാണല്ലോ. നമുക്കൊക്കെ ജോലി ഉണ്ടാവാം, അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടാകാം, അല്ലെങ്കിൽ മക്കൾക്ക് സമ്പാദ്യം കൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങളുണ്ടാവാം, അച്ഛൻ്റെയും അല്ലെ അമ്മയുടെയും ഒക്കെ വരവ് കൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങളുണ്ടാവാം. പക്ഷേ ഈ വരുമാനം, കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം അതിവേഗം ചിലവായി പോകുന്ന സംഭവങ്ങളുണ്ട്. വരുമാനം പാടെ നിലച്ചു പോകുന്നതുണ്ട്. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കിട്ടിക്കൊണ്ടിരുന്ന വരുമാനത്തിനകത്ത് സ്ഥിരതയില്ലായ്മ. പിന്നെയുമുണ്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ താളം തെറ്റുക. വരുമാനം ഉണ്ടാകും, എന്നാൽ ഒരു വലിയ നല്ല തോതിലുള്ള ഒരു ഉയർച്ചയോ അല്ലെങ്കിൽ ഒരു കിട്ടലോ വരുമാനത്തിലെ വർധനമോ ഉണ്ടാകുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന വലിയ ശമ്പളക്കാരൊക്കെ വീടുകളിൽ വെച്ചിട്ട് ശമ്പളമൊക്കെ വന്നത് എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ പറ്റാത്ത വീടുകളുണ്ട്. ബിസിനസ്സുകൾ നടത്തിയിട്ട് സമ്പത്ത് തീർന്നു പോയവരുണ്ട്. നഷ്ടപ്പെട്ട് മൊത്തം വിൽക്കേണ്ടി വന്ന ആളുകളുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് ഏതെങ്കിലും തരത്തിലൂടെ എന്തെങ്കിലും ജാതകവശാലോ ഒന്നും സംഭവിക്കുന്നതല്ല. ഭൂമിയിലും അവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഊർജ വ്യതിയാനങ്ങൾ, അതായത് മണ്ണിലുണ്ടാകുന്ന അല്ലെങ്കിൽ നിർമ്മാണം വഴി ഉണ്ടാകുന്ന മോശത്തരങ്ങൾ കൊണ്ട് തന്നെയാണ് അത് ഉണ്ടാകുന്നത്. ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ, ഞാൻ ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഇപ്പോഴും പറയുകയാണ്. ഞാൻ ഈ പറയുന്ന ഉദാഹരണങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അയൽക്കാർക്കോ ഒക്കെ വെച്ച് പരിശോധിച്ച് നോക്കൂ. വരുമാനവുമായി കണക്ട് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ അത് വിശ്വസിക്കാവൂ. പിന്നെ വിമർശിക്കാൻ വേണ്ടി വരുന്ന ആൾ പറയോ, നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ അനുഭവം മാത്രം എടുത്താൽ മതിയാവും. 100 പേരുണ്ടെങ്കിൽ 100 അഭിപ്രായമാണല്ലോ, പ്രത്യേകിച്ച് കേരളത്തിൽ. നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ അനുഭവങ്ങൾ മാത്രം എടുക്കുക, അത് മാത്രം വിശ്വസിക്കുക. ജീവിതത്തിലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അനുഭവങ്ങൾക്കപ്പുറത്ത് ഒരു പ്രാധാന്യവും ഒന്നിനുമില്ല. വേറെ ഒരു കാട്ടിക്കൂട്ടലിനും വേറെ ഒരു വ്യാഖ്യാനങ്ങൾക്കുമില്ല. ജീവിത അനുഭവങ്ങൾ തന്നെയാണ് ഏറ്റവും വലുത്. അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ വിശ്വസിക്കുക. പല കാര്യങ്ങളാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം. വരുമാനത്തിൻ്റെ ദിശകൾ ഏതൊക്കെയാണെന്ന് ആദ്യം അറിഞ്ഞു വെക്കുക. വരുമാനം തരേണ്ട ദിശകളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൃത്യം പറഞ്ഞാൽ വരുമാനം തരുന്ന ദിശ വടക്കും കിഴക്കും, വടക്ക് കിഴക്കുമൊക്കെ ആണെങ്കിൽ പോലും മറ്റ് ദിശകൾക്കും വലിയ പ്രാധാന്യമുണ്ട് ആ കാര്യത്തിൽ. അതായത് തെക്കോ വടക്കോ അല്ല, തെക്കോ പടിഞ്ഞാറോ ഒക്കെ വരുമാനത്തിൻ്റെ ദിശ അല്ലെങ്കിൽ കൂടിയും തെക്കിലും പടിഞ്ഞാറിലും ഉണ്ടാകുന്ന നിർമ്മാണങ്ങൾ വൈകല്യങ്ങൾ പോലും കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ വരുമാനത്തെ സ്തംഭിപ്പിച്ച് കളയാം. അഥവാ നല്ല വരുമാനമുണ്ട്, പക്ഷേ അത് ഇങ്ങോട്ട് കിട്ടുമ്പോഴത്തേനെ അതിന് ഇരട്ടി ചിലവായി അങ്ങ് പോകും. വരുമാനമൊക്കെ വരുന്നുണ്ട്, പക്ഷേ അത് അതേപോലെ അങ്ങ് പോകുന്നുണ്ട്. അഥവാ ആ വരുമാനം കിട്ടുന്നതിനകത്തുള്ള തുടർച്ചയില്ലാതായി വരിക, വരുമാനം പാടെ നിലച്ചു പോവുക, നല്ല ബിസിനസ് അങ്ങ് ഡള്ളായിക്കൊണ്ടിരിക്കുക. ജീവനക്കാർക്കും കൊടുത്ത് കുറച്ചൊക്കെ കൈവെക്കാം എന്നല്ലാതെ ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ ഒരുപാട് തെളിവുകളുണ്ട്. അപ്പോൾ വടക്കും കിഴക്കിലും വടക്ക് കിഴക്കിലും നിർമ്മാണ വൈകല്യങ്ങൾ വരാൻ പാടില്ല. എന്തൊക്കെയാണ്? യാതൊരു കാരണവശാലും നിങ്ങളുടെ വീടിൻ്റെ വടക്ക് വശത്തെ മതിലോ കിഴക്ക് വശത്തെ മതിലോ അധികം ഉയർന്നു നിൽക്കരുത്. അതായത് തെക്ക് പടിഞ്ഞാറ് വശത്തുള്ള മതിലിനേക്കാൾ എപ്പോഴും ചെറുതായിരിക്കണം. എത്രത്തോളം ചെറുതാകുന്നോ, വടക്കേയും കിഴക്കേയും മതിൽ എത്രത്തോളം ചെറുതാകുന്നോ, എന്തിനു വേണ്ടി ഭാരം കുറഞ്ഞു വരുന്നോ, അതുപോലെ ആ വീട്ടിൽ വരുമാനം ഉണ്ടാകും. വടക്ക് കിഴക്ക് ദിശകളെ എത്രത്തോളം തുറന്നിടാൻ കഴിയുമോ അത് വരുമാനത്തെ വൃത്തിയായി കൊണ്ടുതരും.
വരുമാനം ആവോളം കിട്ടും. വീടിൻ്റെയും വസ്തുവിൻ്റെയും കിഴക്ക്, വടക്ക് കിഴക്ക്, വടക്ക് ദിശകളിലെ നിർമ്മാണ വൈകല്യങ്ങൾ നിമിത്തമാണ് പലപ്പോഴും ഒരുപാട് വീടുകളിലും സാമ്പത്തിക അരാജകത്വം ഉണ്ടാകുക, വരുമാനത്തിൻ്റെ സ്ഥിരതയെ ഉറപ്പിക്കാൻ കഴിയാതിരിക്കുക. അപ്പോൾ വടക്ക് എന്ന് പറയുമ്പോൾ നേർ വടക്കാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വടക്ക് കിഴക്ക് മതിലുകൾ എപ്പോഴും ചെറുതായിരിക്കണം. എങ്ങോട്ട് ദർശനമുള്ള വീടായാലും ഏത് ദിശയിലേക്ക് നിൽക്കുന്ന വീടായാലും വടക്ക് കിഴക്ക് മതിലുകൾ താഴ്ത്തിയേ കെട്ടാവൂ. 2, വീടിനകത്ത് വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലകൾ മാക്സിമം തുറന്നിടുക. അതായത് പരമാവധി ജനാലകളും പരമാവധി കതകുകളും വെച്ച് വടക്ക് കിഴക്ക് മൂലകളെ നിങ്ങൾ പണിത് വയ്ക്കുക. ഇതിനകം പണിത വീടായാൽ പോലും നമുക്ക് ജനലിലെ കട്ടിലൊക്കെ വെക്കാമല്ലോ. അത് വരുമാനം തരും, നിങ്ങൾക്ക് ഒരുപാട് വരുമാനത്തെ കൊണ്ട് തരും. വരുമാനം ചിലവ് കഴിഞ്ഞ് ബാക്കി നിങ്ങൾക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇല്ലാതെ കിട്ടും വരുമാനം, ആ കുറവുള്ളവർക്ക് അങ്ങനെ ചെയ്താൽ. അപ്പോൾ വടക്ക് കിഴക്കിലെ അപ്പോൾ വരുമാനം കൊണ്ടുവരാൻ പറ്റും. മതിലുകളിൽ പരമാവധി ഹോളുകൾ ഇടുക, അഥവാ മതിലുകളിൽ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കിയിടുക വടക്ക് കിഴക്ക് മതിലുകളിൽ. അതും വരുമാനം തരും. അത് നിങ്ങളെ സ്റ്റേബിളാക്കിക്കൊണ്ടേയിരിക്കും. വരുമാനം മാത്രമല്ല, നിങ്ങളെ എല്ലാ തലത്തിലും സ്റ്റേബിളാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വടക്ക് കിഴക്ക് വീടിൻ്റെയും വസ്തുവിൻ്റെയും വടക്ക് കിഴക്ക് വശങ്ങളിൽ യാതൊരു തരത്തിലും നിർമ്മാണ വൈകല്യങ്ങൾ വരാൻ പാടില്ല. ഈ വശങ്ങൾ തുറന്ന് കിടക്കുന്ന രീതിയിൽ വരണം. എത്രത്തോളം ആ വശം തുറന്നിടാമോ അങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ യാതൊരു തരത്തിലും നമ്മുടെ വരുമാനത്തെ ഇല്ലാതെയാക്കുവാൻ ഒരാൾക്കും ഒരു പ്രപഞ്ച ശക്തിക്കും കഴിയില്ല. കാര്യം വടക്ക് കിഴക്ക് ഈശാനമൂലയാണ്, വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റാണ്. ഒരു വീട്ടിലെ ഏറ്റവും ഗുണകരമായ എനർജി നിറയുന്ന സ്ഥലമാണ് വടക്ക് കിഴക്ക്. ആ വടക്ക് കിഴക്ക് ഭാഗം ഒരുപാട് വീടുകളിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു കതക് പോലും വടക്ക് കിഴക്കോട്ട് ഇറങ്ങുന്ന എത്രയോ വീടുകളിലാണ് വടക്ക് കിഴക്ക് വലിയ കെട്ടി അടയ്ക്കലുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് വരുമാനത്തെ തകർക്കുന്നതാണ്, അത് വരുമാനത്തെ ഇല്ലാതെയാക്കുന്നതാണ്. ഇവിടെ ഈ പറയുമ്പോൾ ഒരു ഉദാഹരണം കൂടി പറയാം. ഞാൻ ഒരു 2 മാസം മുമ്പ് ചെന്നൈയിൽ ഒരിടത്ത് ഒരു വാസ്തു നോക്കാൻ പോയി. വളരെ നല്ല ഒരു ബിസിനസ്മാനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ചെന്നൈയിലും കോയമ്പത്തൂരിലും ഈറോഡിലുമൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഹോൾസെയിലിൻ്റെ ഇലക്ട്രിക് കട നടത്തുന്ന അദ്ദേഹമാണ്. ഹോൾസെയിലാണ്. അവിടെ നിന്നാണ് പല കടക്കാരും സാധനങ്ങൾ എടുക്കുക. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും കടയാണ്. ചെറുതായല്ല, വളരെ വിശദമായുള്ള ഒരു കടയാണ്. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുജനും അതിൻ്റെ കുടുംബങ്ങളും മുഴുവൻ ഇതിനകത്ത് ഇതിൽ നിൽക്കുന്നവരാണ്, മക്കളടക്കമുള്ള ആളുകൾ. പക്ഷേ അദ്ദേഹം ഈറോഡിൽ ഈ അടുത്ത കാലത്തിൽ വീട് വെക്കുകയുണ്ടായി. കാര്യം നല്ല സ്മൂത്തായിട്ട്, അതുകൊണ്ട് 10,000 കോടിയോളം രൂപ ഒക്കെ വിറ്റുവരവുള്ള സ്ഥാപനമാണ്. അത്ര വിപുലമായ സ്ഥാപനമാണ്. ഈ അടുത്ത് ഈറോഡിലൊരു വീട് വെച്ചു. ആ വീട് വലിയ വീടാണ്. ഏകദേശം ആരെയോ വേറെ അവിടെ എവിടെയോ മദ്രാസിലോ ചെന്നൈയിലോ കൊണ്ടുള്ള ആരോ വാസ്തുകാരന്മാരെ കൊണ്ടാണ് വീട് വെച്ചത്. പക്ഷേ എന്തു ചെയ്യാം, ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടുമുമ്പ് പറഞ്ഞതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗങ്ങളെ ഒരു അല്പം പോലും ഗൗനിക്കാതായിരുന്നു ആ വീട് വയ്പ്പ്. ആ വീട് വെച്ചതിനെ കണ്ട് 6 കോടി എങ്ങാണ്ടായെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്ര വലിയ വീട്. പക്ഷേ വടക്ക് കിഴക്ക് ഭാഗങ്ങളെ, കിഴക്കോട് നിൽക്കുന്ന വീടായിട്ട് പോലും വടക്ക് കിഴക്ക് ഭാഗങ്ങളെ അത് വളരെയേറെ ഭാരം വരും തലത്തിലുള്ള അടച്ചു കെട്ടി വെച്ചേക്കുന്ന തലത്തിലേക്ക് അവിടെ ഈ വണ്ടികളൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു റോഡായതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, വടക്ക് കിഴക്ക് മതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലിൻ്റെ കൂട്ടായി വെച്ച് കളഞ്ഞു. ഒരു ശകലം തുറപ്പ് പോലും ഇല്ലാതെ ആ വീട്ടിൽ താമസമായതിനു ശേഷം അവിടെ ഒരു മരണമുണ്ടായി. ആ
ആ വീട്ടിൽ താമസിച്ചതിൻ്റെ 3-ാമത്തെ മാസം ഒരു മരണം ഉണ്ടായെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കൂടാതെ ഈ സ്ഥാപനങ്ങൾ ഈ ഇങ്ങനെ വർഷങ്ങളായിട്ട് അമ്മാവന്മാർ വഴി നടത്തിക്കൊണ്ടുവന്ന ഈ സ്ഥാപനങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് സെയിലുകൾ മോശമായി തീർന്നു. വരുമാനമുണ്ട്, പക്ഷേ അത് പണ്ടത്തെ കൂട്ടില്ല. അപ്പോൾ ഓരോ ആളുകളൊക്കെ പറഞ്ഞു ഇപ്പോൾ പുതിയ ബ്രാൻഡൊക്കെ വന്നിട്ട് നിങ്ങൾ ബ്രാൻഡ് മാറ്റി പിടിക്കൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നുമല്ല. ഞാൻ നോക്കിയപ്പോൾ അവരെ വേറെ ആരെയൊക്കെയോ കൊണ്ടുവന്നു. ഈ ഇഷ്യൂസൊക്കെ വരുമ്പോഴത്തേനെ കട സ്റ്റോപ്പ് ആവുന്നു, വരുമാനം നിലയ്ക്കുന്നു, കടൽ സ്റ്റാഫുകളൊക്കെ പിണങ്ങിപ്പോകുന്നു, പരസ്പരം അടിയിട്ട് പോകുന്നു. അപ്പോൾ ആകെ ഒരുമാതിരി ഒരു അസ്ഥിരതയും ഒരു വല്ലാത്തൊരു വിഷമമൊക്കെ വീടിനെ ആകെ ചൂട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത്. മരണം ഉണ്ടായത് മാത്രമല്ല, വാഹനാപകടം ഉണ്ടായി, ഇദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടായി. വടക്ക് കിഴക്ക് ഭാഗത്ത് ജയിൽ പോലെ മതിൽ വെച്ചാൽ പിന്നെ എങ്ങനെ ഹൃദയാഘാതം ഉണ്ടാകാതിരിക്കും? ഒരുപക്ഷെ മനസ്സിലാക്കേണ്ട ഫാക്റ്റ് അവർക്കിത് അറിയില്ല. അതാണ്, അഥവാ പറഞ്ഞു കൊടുക്കാനുള്ള അറിവുള്ള ഒരാളാകത്തില്ല അവർക്ക് വീട് വെച്ച് കൊടുത്തത്. അപ്പോൾ വടക്ക് അവിടെ ചെല്ലുകയും ആ വടക്ക് അദ്ദേഹം ഞാൻ പറഞ്ഞു ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സമ്മതിച്ചു. ഞാനീ പറഞ്ഞ കൂടാതെ വേറെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ. ഇന്ന കാര്യങ്ങളിപ്പോൾ നിങ്ങളുടെ വീട് ഇങ്ങനെയാണ് പോകുന്നത്, നിങ്ങളുടെ വീട് ഞാൻ പറയുന്ന പോലെ ചെയ്യാമെങ്കിൽ നിങ്ങളുടെ വീട് പഴയതിനേക്കാൾ വലിയ വരുമാനത്തിലേക്ക് മാറും എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞാലും ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എന്ത് പറഞ്ഞാലും ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ നടപ്പിലാക്കിയിരിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തു. വടക്കിലെയും കിഴക്കിലെയും മതിൽ ചെറുതാക്കി, തെക്കിലെയും പടിഞ്ഞാറിലെയും മതിൽ അല്പം കൂടി ഉയർത്തി, വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ വലിയ ജനാല, ഫ്രഞ്ചൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ വലിയ ജനാലകൾ കൊടുത്തു. അതിനെല്ലാം നല്ല എയർ ഹോൾ കൊടുത്തു. വീടിൻ്റെ പ്രധാന വാതിൽ വടക്ക് കിഴക്കിലേക്ക് വെച്ചു. അങ്ങനെ നിർമ്മാണങ്ങളിൽ നല്ല ഒരു മാറ്റം വരുത്തി. ഒരു 2-3 തവണ ഞാനവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എൻ്റെ നേതൃത്വം ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ ഒരു വാക്കുപോലും മാറാതെ അദ്ദേഹം ചെയ്തു. അദ്ദേഹം ഈ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു പണ്ടത്തേക്കാളിലാണ് ഷോപ്പൊക്കെ മാറി, നല്ല കച്ചവടമാണ് വരുന്നത്, നല്ല രീതിയിൽ വരുമാനം കൂടി. അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ ഉദാഹരണം പറയുന്നത് നിങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയത്. ഒരാളുടെ വിജയഗാഥയാണിത്. തകർന്നു പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റോപ്പായി പോയ ഒരു വലിയ ബിസിനസ്സുകാരൻ്റെ വിജയഗാഥയാണിത്. അപ്പോൾ അങ്ങനെ എത്രയോ പേര് അനുഭവിക്കുന്നുണ്ടാവാം. എത്രയോ പേർക്ക് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് മോശമായി പറഞ്ഞു, മഴയാണ്, വെള്ളമാണ്, അതാണ്. അങ്ങനെ മഴയും വെള്ളമൊന്നും ഒരേ ബാക്കിയുള്ള ബിസിനസ് അല്ലല്ലോ അത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സാധനം എടുക്കുമ്പോൾ അത് അവരെ ബാധിക്കുന്നത് അങ്ങനെയൊന്നുമില്ല. ഇതാണ് ഇപ്പോൾ മാറിയല്ലോ. അതുപോലെയാണ് വരുമാനം വലിയ ഘടകം തന്നെയാണ്. അത് ഈ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഞാൻ കരുതുന്നു. അടുത്തത് പറയേണ്ടത് വടക്കിലെയും കിഴക്കിലെയും വടക്ക് കിഴക്കിലെയും ഒക്കെ നിർമ്മാണത്തിൻ്റെ ഗുണപരമായ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വരുമാനം വരുന്നു. പക്ഷേ ഈ വരുന്ന വരുമാനം അങ്ങ് ചെലവായി പോയാലോ, കൈ നിൽക്കാതെ പോയാലോ, അത് നമ്മൾ നോക്കേണ്ടത് തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ നിർമ്മാണ വൈകല്യങ്ങൾ വരാൻ പാടില്ല. അതായത് വീട് റെക്റ്റാങ്കിളിൽ തന്നെ നിൽക്കണം. വടക്ക് പടിഞ്ഞാറ് ചേർന്ന് നിങ്ങളുടെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ചേർന്ന് കാർപോർച്ചോ, വടക്ക് പടിഞ്ഞാറ് ചേർന്ന് സിറ്റൗട്ടോ, വടക്ക് പടിഞ്ഞാറിൽ മുറിവോ, തെക്ക് കിഴക്കിലും ഇതുപോലെ സിറ്റൗട്ടോ മുറിവോ അതിലോ, തെക്ക് പടിഞ്ഞാറും അങ്ങനെ. അതേപോലെ നിർമ്മാണ വൈകല്യങ്ങളും വന്നു കഴിഞ്ഞാലും പ്രശ്നമാണ്. വരുന്ന വരുമാനം മുറിഞ്ഞു പോകും, വരുന്ന വരുമാനം തീർന്നു പോകും, വരുന്ന വരുമാനമുണ്ട് എന്നും ആയത്തില്ല. അത് മനസ്സിലാക്കേണ്ട വലിയ ഫാക്റ്റാണ്. വടക്കിലെയും കിഴക്കിലെയും നിർമ്മാണങ്ങൾ നമ്മൾ ഗുണകരമായി ചെയ്യുമ്പോൾ തന്നെ തെക്കിലും പടിഞ്ഞാറിലും തെക്ക് കിഴക്കിലും വടക്ക് പടിഞ്ഞാറിലും നിർമ്മാണ വൈകല്യങ്ങൾ വരാതെ നോക്കണം. യാതൊരു കാരണവശാലും വീടിൻ്റെ മൊത്തം ഉയരത്തിൽ നോക്കുമ്പോൾ യാതൊരു കാരണവശാലും വടക്ക് പടിഞ്ഞാറോ തെക്ക് കിഴക്കോ വടക്ക് കിഴക്കോ ഉയർന്നു നിൽക്കരുത്. വീട്ടിലെ ഏറ്റവും ഉയർന്നു നിൽക്കേണ്ട ഭാഗം തെക്ക് പടിഞ്ഞാറ് മൂലയാണ്. ഈ 3 വർഷങ്ങൾ ഉയർന്നു നിന്നാൽ പോലും വരുമാനം തടയപ്പെടാം, വരുമാനം ഇല്ലാതായി പോകാം.
വരുമാനം നമുക്ക് തികയാതെ പോകാം, ചിലവ് ഭയങ്കരമായിട്ട് കടുത്തു പോകാം. വരുമാനം വന്നാൽ മാത്രം പോരാ, വി മസ്റ്റ് സസ്റ്റെയിൻ ഇറ്റ്, അതിനെ നിലനിർത്താൻ നമുക്ക് കഴിയണം. അപ്പോൾ അത് ഈ ഒരു ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ ഒരു എന്താ പറയുക, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനുഷ്യരാണ്, ജീവിക്കാൻ ജീവിക്കാനുള്ള ചില ബുദ്ധിയായ പൊടിക്കൈകളാണ് ഇവയൊക്കെ. അതിനെ അങ്ങനെ വേണം കാണാൻ. നിങ്ങളൊരു കാര്യത്തെ വിമർശിക്കുന്നതിന് മുമ്പ് നിങ്ങളിലേക്ക് നോക്കുക, നിങ്ങളുടെ വീട്ടിലേക്ക് വരൂ, എന്നിട്ട് നിങ്ങൾ പഠിച്ചു നോക്കൂ, എന്നിട്ട് നിങ്ങൾ അറിയൂ അതിനെ. ഞാനീ പറഞ്ഞ നിർമ്മാണ വൈകല്യങ്ങളൊന്നും നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ, എത്ര വിദ്യാഭ്യാസം ഇല്ലെങ്കിലും, എത്ര ഇതാണെങ്കിലും വരുമാനം ഒരിക്കലും വീട്ടിൽ കുറയത്തില്ല. ഈ നമ്മൾക്ക് ജീവിക്കാനായിട്ട് കുറേ കിടന്ന് അധ്വാനിക്കുക മാത്രമല്ല വേണ്ടത്. ചില ജീവിതത്തിൽ ചില 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 എന്താ പറയുക ചില ചില പിന്നെ ചില 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 വിജ്ഞാനങ്ങൾ, ആ വിജ്ഞാനങ്ങൾ ജീവിതത്തിൽ ഉപകരിക്കപ്പെടുമെങ്കിൽ എത്ര നല്ലതാണ്. വിജ്ഞാനങ്ങൾ ഉപകാരപ്പെടണമല്ലോ, അല്ലാതെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ വിശ്വാസക്കുറവിൻ്റെ പേരിൽ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും പേരിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പലതും നിഷേധിച്ചാൽ, പലതും നമ്മൾ തള്ളിക്കളഞ്ഞാൽ, അല്ലെങ്കിൽ അഹന്തയോടെ സമീപിച്ചാൽ നമുക്ക് ഒരിക്കലും വരുമാനം ഉറപ്പിക്കാൻ മാത്രമല്ല, വീടുകൾ ദുരിതപ്പെയ്ത്തുകളായി മാറാൻ മാത്രമേ അതൊക്കെ ഉപകരിക്കൂ. അപ്പോൾ നല്ല വിജ്ഞാനങ്ങൾ അറിയാനും നല്ല വിജ്ഞാനം കൊണ്ട് നമ്മളെ സഹായിക്കുന്ന ആളുകളുടെ വിജ്ഞാനം കേൾക്കാനും, അഥവാ വീടുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും നമ്മൾ തയ്യാറാകണം. അങ്ങനെ തയ്യാറായാൽ സാമ്പത്തികമായുള്ള ദുരിതങ്ങൾ മാത്രമല്ല അവസാനിക്കുക, ശാരീരികമായും ബന്ധുപരമായും മക്കളപരമായുമുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹാരമാകും. ഈ വിജ്ഞാനം കൊണ്ട് നിങ്ങൾ സ്വീകരിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ വരുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം.